തിരുവനന്തപുരം മാറാനല്ലൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അരുൺ രാജിന് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 25 വർഷം വരെ പരോൾ അനുവദിക്കരുത് എന്നും കോടതി ഉത്തരവ്. 2021 കേസിനാസ്പദമായ സംഭവം. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, ഏതായാലും ശിക്ഷാവിധി വന്നിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ശിക്ഷാവിധിയിലെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 2021 ഓഗസ്റ്റ് 14 തീയതിയാണ് ഇത്തരത്തിലൊരു ഇരട്ട കൊലപാതകം തിരുവനന്തപുരത്ത് നടക്കുന്നത്. മൂലക്കോണം സ്വദേശിയായ സന്തോഷ്, പോങ്ങമൂടം സ്വദേശിയായ സജീഷ് എന്നിവരെയാണ് പ്രതിയായിട്ടുള്ള അരുൺ രാജ് കൊലപ്പെടുത്തിയത്. ഇത് പ്രധാനമായും തലക്കടിച്ചും വെട്ടിപ്പരിക്കേൽപ്പിച്ചുമാണ് പ്രതി ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തത്. പ്രധാനമായും ഇദ്ദേഹത്തിൻ്റെ അരുൺ രാജിൻ്റെ വീടിന് സമീപം ഒരു ക്വാറി ഉണ്ടായിരുന്നു. ഈ ക്വാറിയുടെ നടത്തിപ്പുകാരനായിരുന്നു സന്തോഷ്, അവിടുത്തെ ജോലിക്കാരനായിരുന്നു സജീഷ്. ഈ ക്വാറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അരുൺ രാജ് പോലീസിൽ ഒരു പരാതി നൽകി. ഇതിൽ പ്രകോപിതനായി സന്തോഷ് അരുൺ രാജിനെ മർദ്ദിക്കുന്നു. പിന്നീട് ഇതിന്റെ വൈരാഗ്യം മൂത്താണ് അരുൺ രാജ് സന്തോഷിനെയും സജീഷിനെയും തലക്കടിച്ചും വെട്ടിയും കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം പ്രതി തെളിവിൻ്റെ ഭാഗമായിട്ടുള്ള വസ്തുവകകളെല്ലാം തന്നെ ഒളിപ്പിച്ചതിന് ശേഷം മാറനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരാകുകയായിരുന്നു. പിന്നീടായിരുന്നു ഏകദേശം 4 വർഷത്തോളം അടുക്കുന്ന രീതിയിലുള്ള വിചാരണ നടപടികളിലേക്ക് കോടതിയും പോലീസും കടന്നത്. ഇപ്പോൾ കോടതി കഴിഞ്ഞ ദിവസം ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇന്നലെയായിരുന്നു വിധി പ്രസ്താവനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ഉണ്ടായില്ല. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും മറ്റു സാക്ഷിമൊഴികളും പരിശോധിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിലുള്ളൊരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ 60ഓളം രേഖകളും 47ഓളം വസ്തുവകകളും എല്ലാം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഇവയെല്ലാം പരിശോധിച്ചാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ പ്രതിക്ക് വിധിച്ചിരിക്കുന്ന 50,000 രൂപ തുക കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകണമെന്നും വിധിയിൽ പ്രസ്താവിക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് AM ബഷീറിൻ്റെതാണ് വിധി. ലക്ഷ്മി. ഹാൻസ് ജോൺ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.